പാർട്ടിക്കെതിരെ നിന്നവർ എല്ലാം നിഷ്പ്രഭരാകുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ 24-നോട്. G സുധാകരൻ, TK ഗോവിന്ദൻ, B കുഞ്ഞികൃഷ്ണൻ എന്നിവർ നിഷ്പ്രഭരാകും. LDF-ന് ഭരണ തുടർച്ച ഉറപ്പാണ്. ഭരണ തുടർച്ചയുടെ കാരണം പിണറായി വിജയന്റെ ദീർഘവീക്ഷണമാണെന്നും EP ജയരാജൻ 24-നോട് പറഞ്ഞു. കേരളമായി ഇളകുമറിയുന്ന മണിക്കൂറുകളാണ്. ഈ വേളയിലാണ് പ്രമുഖ CPIM നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ 24-നൊപ്പം ചേരുന്നത്. സ്വാഗതം ജയരേട്ടാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയം ഇളകിമറിയാണ്. ഒരു ഭാഗത്ത് കെ സുധാകരൻ, മറ്റു ഭാഗത്ത് രണ്ടത്താണി, ഒരു ഭാഗത്ത് TV ഗോവിന്ദൻ. ഇങ്ങനെ വിഷയങ്ങൾ ഇളകിമറിയുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രി പത്രിക നൽകി കഴിഞ്ഞു. എത്രമാത്രം കോൺഫിഡൻസ് മൂന്നാം ഭരണ തുടർച്ച? ഇളകിമറിയുന്നത് മുഴുവൻ ഞങ്ങൾക്ക് പുറത്താണ്. ഞങ്ങൾക്ക് പുറത്ത് ഇളകിമറിയുകയോ തമ്മക്കെട്ടി മറിയുകയോ ശിഥിലീകരിക്കുകയോ അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും നിരീക്ഷിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ആവശ്യം. കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയുടെ സാധ്യതയാണോ കാണുന്നത് നിങ്ങൾ? തീർച്ചയായും കേരളത്തിൻ്റെ ഭരണ തുടർച്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന പ്രക്രിയയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭരണ തുടർച്ച എന്നുള്ളതല്ല, കേരളത്തിൻ്റെ വികസന രംഗം പൂർത്തീകരണത്തിലേക്ക് പോവുക, വികസിത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ വികസിത കേരളം സൃഷ്ടിക്കാൻ നമുക്ക് ഒരു തുടർ ഭരണം അനിവാര്യമല്ലേ? ഈ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ CPM-നും ഇടതുമുന്നണിക്കും വെല്ലുവിളി ഉയർത്തിയിട്ട് ഒരു ഭാഗത്ത് കുഞ്ഞികൃഷ്ണൻ, മറ്റു ഭാഗത്ത് TV ഗോവിന്ദൻ. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും LDF-നോ CPM-നോ ഒരു പ്രശ്നമേ അല്ല. കാരണം ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ജനതാൽപര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പൊതു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്, നയത്തിൻ്റെയും പരിപാടിയുടെയും അടിസ്ഥാനത്തിലാണ്. ആ നയങ്ങളെയും പരിപാടിയെയും അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയും ഒരു പ്രസ്ഥാനവുമാണിപ്പോൾ ഇടതുപക്ഷം CPIM. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകുന്നവരൊന്നും അവരെല്ലാം നിഷ്പ്രഭമാകും. ഈ പിണറായി എന്നുള്ള ഒരു നേതാവിൻ്റെ കരിഷ്മ അത് ക്യാപ്റ്റൻ മൂന്നാമതും വരണം എന്ന് കേരളം ചിന്തിക്കുന്ന നിലയിലേക്ക് എത്തിച്ചിട്ടില്ല. അതായത് ഒരു ലീഡർ എന്നുള്ള നിലയിൽ, ഒരു ജനനായകൻ എന്നുള്ള നിലയിൽ കേരളത്തെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നയിക്കാനുള്ള കരുത്തും പ്രാപ്തിയും ദീർഘവീക്ഷണവുമുള്ള നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനും ബുദ്ധിശാലിയായിട്ടുള്ള ഭരണകർത്താവുമാണ്. ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുപോലെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഭരണാധികാരികളും നമ്മുടെ കേരളത്തിലുണ്ടായിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നാടിനെ രൂപപ്പെടുത്തിയെടുക്കാൻ നല്ല ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് EMS തൊട്ട് ഇന്ന് വരെയുള്ള ഇടതുപക്ഷ ഭരണാധികാരികളുടെ ഭരണത്തിൻ്റെ ഒരു തുടർച്ചയാണിത്. ആ ഭരണം കൂടുതൽ ജനക്ഷേമകരമായി തീരും. താങ്ക് യു. വളരെ കൃത്യമായി EP പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പാർട്ടിക്കെതിരായ പ്രചരണങ്ങൾ, പാർട്ടിക്കെതിരായ ആക്രമണങ്ങൾ എല്ലാം നിഷ്പ്രഭമാകും എന്നുള്ളതാണ്. രണ്ടാമത്, പിണറായി എന്ന നേതാവിനെ കേരളം അംഗീകരിക്കുന്നു, ഭരണ തുടർച്ച ഉറപ്പാണെന്നാണ്. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം തലശ്ശേരിയിൽ നിന്നും ദീപക് ധർമ്മടം, 24. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഗുഡ് മോർണിംഗ്. അപ്പം MVR-നെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നേതൃത്വവുമായി ഇടഞ്ഞാൽ എന്താകും സ്ഥിതി എന്നുള്ളത് MVR-ന്റെ ഉദാഹരണം പറഞ്ഞിട്ടാണ് പറയുന്നത്. MVR-നെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ G സുധാകരന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ജീവിതം തന്നെ പാർട്ടി എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താകും എന്നുള്ളത് ഒരു ഉദാഹരണമായി പറയുന്നത് അല്ലേ? സ്മിത, അത് തന്നെയാണ്. അതായത് ഇപ്പോൾ കൃത്യമായി EP ജയരാജൻ ഓർമ്മപ്പെടുത്തുന്നത് MVR-ന്റെ അവസ്ഥയാണ്. അദ്ദേഹം ഒരു പദം കൂടി ഉപയോഗിച്ചു, പാർട്ടിക്കെതിരെ നിന്നവരെല്ലാം നിഷ്പ്രഭമാകും. കാരണം ഈ പാർട്ടി അതാണ്, സാധാരണക്കാരുടെ പാർട്ടിയാണ് എന്ന് പറയുന്നത്. ഞാൻ G സുധാകരൻ്റെ കാര്യം ഇടയ്ക്കെടുത്ത് ചോദിച്ചിരുന്നു. എല്ലാം ഓരോ താല്പര്യങ്ങളുടെ പേരിലാണ് എന്നാണ് EP പറയുന്നത്. കാരണം EP-ക്ക് അത് പറയാം. കാരണം EP ഇതേപോലെ അവഗണന നേരിട്ട ആളാണ്. EP-ക്ക് പിന്നെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, MLA ആയിട്ടില്ല, മന്ത്രിയായിട്ടില്ല, LDF കൺവീനർ സ്ഥാനത്തു നിന്നും അദ്ദേഹം നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ എന്നാൽ അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറഞ്ഞില്ല, മറ്റൊരു ഇടത്തേക്ക് പോയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ EP അത് പറയുമ്പോൾ EP ജയരാജൻ്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ മാനവും ശക്തിയും കൂടുതലാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, അത് കുഞ്ഞികൃഷ്ണനായാലും TK ഗോവിന്ദനായാലും G സുധാകരനായാലും പാർട്ടിക്കെതിരാണ് അവർ നിൽക്കുന്നത്. ആ നിലപാട് തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതായത് MV രാഘവൻ്റെ കാര്യം തന്നെ വീണ്ടും അദ്ദേഹം പറയുകയാണ്. MV രാഘവനെ പോലുള്ളവർ, MV രാഘവൻ ഈ പാർട്ടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, കണ്ണൂരിലെ പാർട്ടി ആകെ നയിച്ചിരുന്ന ആളാണ്.
അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പാർട്ടിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനും മേലല്ല ഇവരാരുമെന്ന് കൃത്യമായി ഇ പി ജയരാജൻ പറയുന്നത് അണികൾക്കുള്ള സന്ദേശമാണ്, അവർക്കൊപ്പം നിൽക്കുന്നുള്ളവർക്ക് ഉള്ള സന്ദേശമാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണ വേളയിലാണ് ഇ പി ജയരാജൻ ഇത് പറയുന്നത് എന്നുള്ളതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. സ്മിത ഹരിദാസ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ വാർത്തയിൽ, ദീപകിന്റെ ആ വാർത്തയിൽ ഒരു മെസ്സേജ് ഉണ്ട്. ജേക്കബ് സെബാസ്റ്റ്യൻ പറയാണ്, അത് ഇനിയിപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ പോയിട്ട് ഇ പി എ കാണണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണും അല്ലേ. അതിനൊരു സൂചന എന്താണെന്ന് വെച്ചാൽ ജി സുധാകരൻ ജയിക്കും എന്നുള്ള ഒരു സൂചന കൂടി അതിനകത്തുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇതൊന്നും ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാറായിട്ടില്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉത്സവം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഉത്സവമാണ്. അത് നമ്മൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും സാധാരണക്കാരും ചേർന്ന് അതിങ്ങനെ ആഘോഷമാക്കും. ഒപ്പം നല്ല തെരഞ്ഞെടുപ്പ് ചൂടുമുണ്ട്. ആര് ജയിക്കും ആര് തോൽക്കും ഇതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യവുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.